പ്രിയ സ്നേഹിതരെ, നമ്മളോട് ഓരോരുത്തരോടും ഒന്ന് ചോദിച്ചു നോക്കുക. നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം അല്ലെങ്കിൽ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കാൻ കഴിയുന്നത് ഏത് കാര്യത്തിലാണ് എന്ന് ചോദിച്ചു നോക്കുക. വ്യത്യസ്ത രീതിയിലുള്ള ഉത്തരമായിരിക്കും നമ്മൾ ഓരോരുത്തരും നൽകുക. കാരണം നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിത്വം, ചിന്താഗതി, അറിവ്, അനുഭവങ്ങൾ ഇവയൊക്കെ വ്യത്യസ്തമാണ്. ഒരു ബിസിനസ്സുകാരനാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ സന്തോഷമുളവാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം താൻ പ്രതീക്ഷിക്കുന്നതിലും അധികം ബിസിനസ് വർദ്ധിക്കുന്നു, വളരുന്നു, പ്രതീക്ഷിക്കുന്നതിനും കൂടുതൽ ലാഭമുണ്ടാകുന്നുവെങ്കിൽ ആ ബിസിനസ്സുകാരന് ആ കാര്യത്തിൽ ഭയങ്കര സന്തോഷമാണ്. മറ്റു ചിലർക്ക് പണം ധാരാളമായിട്ടുണ്ടായാൽ ഭയങ്കര സന്തോഷമാണ്. ഇനി രോഗത്തിൻ്റെ അവസ്ഥയിലൂടെ കടന്നുപോയ ഒരാൾക്ക് രോഗസൗഖ്യം കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹം പറയും, ആ രോഗത്തിൻ്റെ അവസ്ഥയിൽ ഞാൻ വളരെ ദുഃഖിതനായിരുന്നു, ഞാൻ വളരെ മനപ്രയാസം എനിക്കുണ്ടായിരുന്നു, എന്നാൽ ആ രോഗം അങ്ങോട്ട് മാറിയപ്പോൾ എനിക്ക് വളരെ വളരെ സന്തോഷം തോന്നി. ചിലരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ, ദൈവം എന്നെ സഹായിച്ചു, ദൈവം എന്നെ സൗഖ്യമാക്കി, എനിക്ക് പൂർണ്ണ സൗഖ്യം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് സന്തോഷിക്കുന്നവരുണ്ട്. ഇങ്ങനെ വ്യത്യസ്ത രീതിയിൽ സന്തോഷിക്കുന്നവരുണ്ട് എന്ന് പറയുമ്പോൾ വേറെ ഒന്ന് രണ്ട് കാര്യങ്ങളോട് നമുക്കൊന്ന് ചിന്തിക്കാം. പ്രകൃതിയിലേക്ക് നോക്കിയിട്ട് അതിൻ്റെ ഭംഗി ആസ്വദിക്കുന്നവർ, അല്ലെങ്കിൽ പക്ഷികളെ നോക്കുക, മൃഗങ്ങളെ നോക്കുക, പ്രകൃതിയിലുള്ള മറ്റ് പ്രതിഭാസങ്ങളെ നോക്കുക, ശൂന്യാകാശത്തുള്ള നക്ഷത്രങ്ങളെ നോക്കുക, ഇവയിലൊക്കെ സമയം പ്രത്യേകിച്ച് എടുത്ത് ശ്രദ്ധിച്ച് കാര്യങ്ങൾ നോക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുന്നത് വളരെ സന്തോഷം അനുഭവിക്കുന്ന ധാരാളം പേരുണ്ട്. ഇനി വേദപുസ്തകത്തിൽ ഒരു വാക്യം ഇങ്ങനെയാണ്: ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിതാനം ദൈവത്തിൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു എന്നൊരു വാക്യമുണ്ട്. ആ വാക്യം ഇങ്ങനെയാണ്: ആകാശവിതാനം ദൈവത്തിൻ്റെ പ്രവൃത്തിയെ, കൈകളുടെ പ്രവൃത്തിയെ പ്രസിദ്ധമാക്കുന്നു. അപ്പോൾ ഈ ഭൂമിയും ആകാശവും നക്ഷത്രങ്ങളും മറ്റ് ശൂന്യാകാശത്തുള്ള ഗോളങ്ങളൊക്കെ ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. കാരണം അവയൊക്കെ സൃഷ്ടിച്ചത് നാം സേവിക്കുന്ന, നാം ആരാധിക്കുന്ന ജീവനുള്ള ദൈവമാണ്. അപ്പോൾ ആ ദൈവത്തിൻ്റെ അടുക്കൽ അത്ര ശക്തനായ സർവത്തിൻ്റെയും ഉടയവനും സൃഷ്ടിതാവുമായ ദൈവത്തിൻ്റെ അടുക്കൽ എനിക്കൊന്ന് ഇരിക്കാൻ കഴിഞ്ഞാൽ അതിൽ പരമൊരു സന്തോഷം മറ്റൊന്നില്ല എന്നുള്ളത് ഒരു പരമാർത്ഥതയാണ്. പക്ഷേ അങ്ങനെ ഒരു അനുഭവം നമുക്ക് വ്യക്തിപരമായും വളരെ അടുത്ത് ദൈവത്തിനടുത്ത് ഇരിക്കാനുള്ള ഒരു അറിവും ബോധവും അത് തിരിച്ചറിയാനുള്ള ഭാഗ്യം നമുക്ക് ഇല്ലാത്തത് കൊണ്ട് ആ ദൈവത്തോട് ചേർന്നിരിക്കുന്നത് എത്ര സന്തോഷം ഉളവാക്കും എന്നുള്ളത് നമുക്ക് പലർക്കും അറിയാൻ കഴിയാതെ പോകുന്നു. എന്നാൽ ദൈവം പറയുന്നു, ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് വരാം. അതായത് നമ്മളുടെ ഓരോരുത്തരുടെയും അടുക്കലേക്ക് ദൈവം വരാൻ ആഗ്രഹിക്കുന്നു. കാരണം നമുക്ക് ദൈവത്തിൻ്റെ അടുക്കലേക്ക് ചെല്ലുവാൻ കഴിയാതിരിക്കുമ്പോൾ ദൈവം നമ്മളെ തേടി നമ്മുടെ അടുത്തേക്ക് വരിക. എന്തിനെന്നറിയാമോ? ദൈവത്തിൻ്റെ സൃഷ്ടിയായ മനുഷ്യനോടൊപ്പം വസിക്കണം എന്ന് ദൈവത്തിന് ആഗ്രഹമുണ്ട്. അപ്പോൾ ആ ആഗ്രഹം എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ദൈവം നമ്മളെ സൃഷ്ടിച്ചത് തന്നെ നമ്മളോടൊപ്പം വസിക്കാൻ വേണ്ടിയാണ്. മൃഗങ്ങൾ, പക്ഷികൾ, സസ്യങ്ങൾ, മറ്റ് ജീവജാലങ്ങളൊക്കെ ഭൂമിയിലുള്ളപ്പോൾ ഏറ്റവും പ്രധാനമായും ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച മനുഷ്യനെ ദൈവം തന്നോടൊപ്പം വസിക്കുവാൻ, തന്നോടൊപ്പം ജീവിക്കുവാൻ,
തന്നോടൊപ്പം സന്തോഷിക്കുവാൻ വേണ്ടിയാണ് ദൈവം സൃഷ്ടിച്ചത്. എന്നാൽ ആ ഒരു അനുഭവം പ്രാപിക്കുവാൻ നമുക്ക് കഴിഞ്ഞാൽ മാത്രമേ, നേരത്തെ ഞാൻ പറഞ്ഞത് ചില വാചകങ്ങളുണ്ടല്ലോ, ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ, എപ്പോഴും സന്തോഷിപ്പീൻ എന്നുള്ള ആ ഒരു സന്തോഷിപ്പീൻ എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് വന്നു ചേരണമെങ്കിൽ നമുക്ക് ദൈവത്തിനടുക്കിലേക്ക് ചെല്ലാൻ കഴിയാതിരുന്നപ്പോൾ ദൈവം നമ്മളെ തേടി വന്ന് നമ്മുടെ അടുത്ത് വന്ന് വസിക്കുവാൻ, നമ്മുടെ ഉള്ളിൽ വസിക്കുവാൻ, നമ്മുടെ ഹൃദയത്തിലും ചിന്തയിലും വസിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഇങ്ങനൊരു വാക്യം കൂടെ ഉണ്ട്, ദൈവത്തിൻ്റെ കൈപ്പണിയായ നമ്മൾ, മനുഷ്യരുടെ ഉള്ളിൽ ദൈവം വസിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ മന്ദിരം നമ്മുടെ ശരീരം ആയിരിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അപ്പോൾ എന്തോ ഒരു സന്തോഷിക്കുവാൻ വകയുണ്ട്, അങ്ങനെ ഒരു പ്രതീക്ഷയ്ക്ക് വകയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ വാക്യങ്ങളിൽ നിന്നൊക്കെ. വരും ദിവസങ്ങളിൽ ദൈവത്തിനോട് ചേർന്നിരുന്ന് സന്തോഷിപ്പാൻ എങ്ങനെ കഴിയും, അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് വന്നു ചേരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ആ കാര്യങ്ങളെക്കുറിച്ച് വരും ദിവസങ്ങളിൽ നമുക്ക് കൂടുതൽ ചിന്തിക്കാം.